ഇറാനെതിരായ സൈനിക നടപടിക്ക് നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് US പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ്. വൈകാതെ അമേരിക്കയുമായി ആണവ ധാരണയിൽ എത്തുന്നതാണ് ഇറാന് ഉചിതമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഡൊണാൾഡ് ട്രംപും ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെ ഓർമ്മിച്ചാണ് പ്രസ് സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. Reasons and arguments that one could make for a strike against Iran. The president had a very successful operation as commander-in-chief with Operation Midnight Hammer, as you just said, totally obliterated Iran's nuclear facilities. The president has always been very clear, though, with respect to Iran or any country around the world, diplomacy is always his first option, and Iran would be very wise to make a deal with President Trump and with this administration. He's talking to many people, of course, his national security team, first and foremost, and you know who the members of that team are. And this is something, obviously, the president takes seriously. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൻ നമ്മോട് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണപ്രിയ, തീർച്ചയായും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിക്ക് നിരവധി കാരണങ്ങളും വാദങ്ങളുമുണ്ട് എന്ന കൃത്യമായ ഒരു നിലപാടാണ് അവരുടെ ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ, അതായത് US പ്രസ് സെക്രട്ടറിയുടെ ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വാഭാവികമായും ഇറാനെ ശക്തമായ സമ്മർദ്ദത്തിൽ നിർത്തി ആണവധാരണയിൽ എത്തിക്കുക എന്ന കൃത്യമായ ഉദ്ദേശമാണ് അമേരിക്കയ്ക്കുള്ളത് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. അവരുടെ ഓരോ നിലപാടുകളിലെയും, അമേരിക്കയുടെ നിലപാടുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ടവരുടെ നിലപാടുകളിലെയും അത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ശക്തമായ ഒരു നടപടി അമേരിക്കയ്ക്കെതിരെ ഇറാനെതിരെ അമേരിക്ക ആരംഭിക്കുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. പോലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കൃത്യമായ ഈ നിലപാട് കരോളിൻ ലെവിറ്റ് പറയുന്നത് നമ്മളിപ്പോൾ ശ്രമിച്ചത്. സ്വാഭാവികമായും ഇത്തരമൊരു നടപടി അവരുടെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു കടുത്ത നീക്കത്തിന് തന്നെയുള്ള മുന്നൊരുക്കമായിട്ടുള്ള നീക്കം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ, ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ ചില ധാരണകൾ, അതായത് ഒരു പകുതി വരെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യത എങ്കിൽ കൂടി അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇക്കാര്യം പറഞ്ഞത്, താങ്കൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് തയ്യാറാണ്, അതായത് ആണവ ധാരണയ്ക്ക് തയ്യാറാണ്, പക്ഷേ ശരി ഐസൺ.